പോലത്തെ നല്ല തിക്കായിട്ടുള്ള നല്ല പാറി പറന്ന് നല്ല ഉള്ള തോന്നിക്കുന്ന മുടി വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് മറക്കരുത്. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ പിഞ്ച് ഓഫ് ലവ് ബൈ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കുന്ന അല്ലെങ്കിൽ വോളിമൈസ് തോന്നിക്കുന്ന ഒരു അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആയിട്ടാണ്. ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഒട്ടിയ മുടിയുള്ളവരായാലും അല്ലെങ്കിൽ ഭയങ്കര ചുരുങ്ങിയ മുടിയുള്ളവരായാലും നല്ലതായിട്ട് ഉള്ളു തോന്നിക്കുന്ന വിധം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയെ മാറ്റുന്നതായിരിക്കും കേട്ടോ. കൂടാതെ ഇത് പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ല കരുത്തേക്കാനും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെ സഹായിക്കും. അപ്പോൾ കൂടുതൽ ഇൻട്രോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. നമ്മുടെ മുടിയുടെ ഉള്ളിലും നീളത്തിന് ആവശ്യമായിട്ടുള്ള മുട്ട എടുക്കാം. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇതൊരു ഓയിലി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള യൂസ് ചെയ്താൽ മതി. ഇത് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. നിങ്ങളുടെ ഇതൊരു ഡ്രൈ ഹെയർ ആണെങ്കിൽ മുട്ടയുടെ മഞ്ഞ എഗ് യോക്ക് യൂസ് ചെയ്യുക. ഇത് മുടിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതല്ല നിങ്ങളുടെ ഇത് ഒരു നോർമൽ ഓർ കോമ്പിനേഷൻ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള മുട്ട വെള്ളയും മഞ്ഞയും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. സോ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട്. പ്ലസ് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മുടെ മുടിയെല്ലാം നന്നായിട്ട് വിടുത്തി ജടയില്ലാന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ സ്കാൽപ്പിനേക്കാളും കൂടുതൽ നമ്മുടെ മുടിയിലാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. മുട്ടയിൽ ഒരുപാട് പ്രോട്ടീൻസ്, മിനറൽസ് ആൻഡ് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ന്യൂട്രിയൻസും പ്രത്യേകിച്ച് ബയോട്ടിൻ, ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എല്ലാം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടിയുടെ റൂട്ട്സിന് നല്ല സ്ട്രെങ്ത് ഏകാനും സഹായിക്കും. കൂടാതെ പുതിയ മുടികൾ വരാനും മുടിയുടെ ഉള്ളു കൂടാനും മുടിയിഴയുടെ കട്ടി കൂടാനുമെല്ലാം ഇത് വളരെയധികം സഹായിക്കും. കൂടാതെ നമ്മുടെ മുട്ട നമ്മുടെ മുടിയെ കണ്ടീഷൻ ചെയ്യാനും ഇത് മൂലം നമ്മുടെ ഹെയർ ടെക്സ്ചർ നന്നായിട്ട് വ്യത്യാസം വരികയും ചെയ്യും. നിങ്ങളൊരു വെജിറ്റേറിയൻ ആണ്, മുട്ട ഉപയോഗിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ മുട്ട തലയിൽ തേക്കാൻ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരമായിട്ട് ഫ്ലാക്സ് സീഡിന്റെ ജെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കോക്കനട്ട് ഓയിലും ഹണിയും നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ സഹായിക്കുന്ന ഒന്നാട്ടോ. കൂടാതെ മുടീനെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി നന്നായിട്ട് സ്റ്റൈൽ ചെയ്യണം, പക്ഷെ മുടി നന്നായിട്ട് ഒട്ടിയിരിക്കണം, ഒട്ടും ഉള്ളില്ലാത്ത മുടിയാണ് എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി നന്നായിട്ട് ഹെയർ സ്റ്റൈലിങ് ചെയ്യാൻ പറ്റുന്നതാണ്. മുടിക്ക് നല്ല ഉള്ളു തോന്നും കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം നമ്മൾ തലയിൽ വയ്ക്കുക. തലയിൽ വച്ച ശേഷം ഒരു മൈൽഡായിട്ടുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. മുട്ട ഉപയോഗിക്കുമ്പോൾ എന്തായാലും മുടിയിലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷാംപൂ ഉപയോഗിച്ച് ഇതെല്ലാം കഴുകി കളയേണ്ടത് നിർബന്ധമാണ്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിലും അതുപോലെ തന്നെ താഴെ ഫ്ലോറിലെല്ലാം ഈ മുട്ടയുടെ ഈ ഹെയർ പാക്ക് താഴേക്ക് വീഴുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ വീടിൻ്റെ പുറത്തൊക്കെ നിന്ന് നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ബാത്റൂമിലെല്ലാം ഈ മുട്ടയുടെ ഒരു വല്ലാത്തൊരു മണം നിലനിൽക്കുന്നതായിരിക്കും. ഹെയർ പാക്ക് നമ്മുടെ മുടിയിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഈ എഗ് ഹെയർ പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മുട്ട അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയ ഫുഡ് കഴിക്കാനും കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. കാരണം മുടി ഉള്ളിൽ നിന്നും വളരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ നിന്നും നല്ല പോഷകാഹാരങ്ങൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയ മുട്ട കഴിക്കാം, അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളെല്ലാം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ നല്ല ഉള്ളു തോന്നിക്കാനും നല്ല ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് മുടി ഡിസൈൻ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാനൊക്കെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.